നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. തലപ്പലം പഞ്ചായത്തിലെ ഒരു സമ്മിശ്ര കൃഷിയിടമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കാർഷിക വൃത്തി ജീവിതത്തിന്റെ ഭാഗമാക്കി അധ്വാനത്തിലൂടെ ആദായം നേടുന്ന ഒരു കർഷകനാണ് കുട്ടിച്ചൻ. പ്രകൃതിയോട് ഇണങ്ങിയും കായിക അധ്വാനത്തിന് അവധി നൽകാതെയും പിന്തുടർന്ന ജീവിതശൈലിയുടെ ഉടമ കൂടിയാണ് ഈ 78-കാരൻ. പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച കുട്ടിച്ചൻ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷിയിലേക്ക് തിരിഞ്ഞു. ഇന്ന് 78-ൽ എത്തി നിൽക്കുമ്പോഴും ആ പ്രവർത്തനത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല. 2.25 ഏക്കർ വരുന്ന തന്റെ കൃഷിയിടത്തിൽ പുറത്തുനിന്ന് ഒരു ജോലിക്കാരെയും പണിയെടുപ്പിക്കാറില്ല. കയനെല്ല് മുതൽ വാഴ, ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറി, കുരുമുളക് തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്തിരിക്കുന്നു. ഇതിന്റെ മുഴുവൻ പണികളും കുട്ടിച്ചൻ സ്വന്തമായി തന്നെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ 78-ന്റെ ചുറുചുറുക്ക് നമുക്ക് മനസ്സിലാകും. ഇവിടെ 10 സെന്റ് സ്ഥലത്ത് കരനെല്ല് കൃഷി ചെയ്തിരിക്കുന്നു. ഉമ നെൽവിത്താണ് നട്ടിരിക്കുന്നത്. നടാൻ 3 കിലോ നെൽവിത്ത് ആവശ്യമായി വന്നു. പറമ്പ് കിളച്ച് പുല്ലും ചപ്പുചവറും നീക്കം ചെയ്ത് ഉമ്മായം തൂകി. അതിനു പുറമെ ചാണകപ്പൊടിയിട്ട് വിത്ത് വിതച്ചു. വിതച്ച ശേഷം വീണ്ടും ഒന്ന് കിളച്ചു. ഓഗസ്റ്റിൽ വിതച്ചതാണ്. അതുകൊണ്ട് നന ആവശ്യമായി വന്നില്ല. ഒരു മാസം കഴിഞ്ഞ് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ സ്യൂഡോമോണാസ് കലക്കി അടിച്ചു. 15 ദിവസം കഴിഞ്ഞ് മഴ സമയത്ത് കുറച്ച് കോഴിവളവും ചാരവും കൂടി ഇട്ടുകൊടുത്തു. കീടനാശിനികൾ ഒന്നും ഇതുവരെ ആവശ്യമായി വന്നില്ല. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കരനെല്ല് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്. കതിര് വന്നു തുടങ്ങി. ഒരു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാൻ സാധിക്കുമെന്നാണ് കുട്ടിച്ചൻ പറയുന്നത്. ഈ സാഹചര്യം തുടർന്നാൽ 50 കിലോ നെല്ല് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ദിവസവും കാലത്ത് തന്നെ
ഒരു തൊപ്പിപ്പാളയും വെച്ച് തോർത്തുമുടുത്ത് പണിക്കിറങ്ങും. മുൻഗണനാക്രമത്തിൽ ഓരോ ദിവസവും ഓരോ കൃഷിക്കായി മാറ്റിവെക്കും. വിളവെടുപ്പും വിപണനവും എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. എനിക്ക് തലപ്പുരം കൃഷിഭവൻ്റെ അതിർത്തിയിൽ 2.25 ഏക്കർ സ്ഥലമുണ്ട്. കൃഷിഭവൻ്റെ പ്രത്യേക സപ്പോർട്ടോടുകൂടി ഞാനിവിടെ പല വിധത്തിലുള്ള കൃഷികൾ നടത്തുന്നു. പച്ചക്കറി കൃഷി എല്ലാ ഐറ്റവും ഉണ്ട്. ഏതാണ്ട് 10 സെൻറ്റ് സ്ഥലത്ത് കരനെൽ കൃഷി നടത്തുന്നുണ്ട്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്ത് ഉപയോഗിച്ച് വിജയകരമായിട്ട് ഇപ്പോൾ കതിരായി നിൽക്കുന്നു. തെങ്ങ്, വാഴ, കപ്പ, ചേന, കാച്ചിൽ, പിന്നെ കമുക് എന്ന് വേണ്ട സാധാരണയുള്ളതിൽ എല്ലാ സൈസ്, പിന്നെ പച്ചക്കറികൾ, മരുന്ന് വർഗ്ഗങ്ങൾ, ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. പച്ചക്കറി കൂടാതെ പല ഇഞ്ചി, മഞ്ഞൾ, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. എനിക്കിതിൽ നിന്ന് റബ്ബർ കൃഷിയേക്കാളും മെച്ചമായ ആദായം കിട്ടുന്നുണ്ട്. പിന്നെ ഏത്തവാഴ എല്ലാ സമയത്തും ഞാൻ വെക്കും. ഇപ്പം ചെറിയ തൈ വരെ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്തായി കുറച്ച് ഇഞ്ചി കൃഷി ചെയ്തിരിക്കുന്നു. 2 കിലോ വിത്തിഞ്ചി നട്ടതാണ്. സാധാരണ ഇഞ്ചിക്ക് 1/2 അടി പൊക്കിയാണ് തടമെടുക്കുന്നത്. ഇവിടെ ചെറിയ കണ്ടങ്ങളായി തിരിച്ച് ഒരു കണ്ടത്തിൽ 16 കുഴി കുത്തി അതിൽ കോഴിവളം മാത്രം ഇട്ട് ഇഞ്ചി നട്ടതാണ്. 1 മാസം കഴിഞ്ഞ് ഇടകിളച്ച് കുറച്ച് ഫാക്ടംഫോസ് ഇട്ട് കൊടുത്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ 5 മാസം കഴിഞ്ഞു. 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാൻ സാധിക്കും. 1 കിലോ ഇഞ്ചി 60 രൂപ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് കുട്ടിച്ചൻ പറയുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ കുറച്ച് മഞ്ഞളും കൃഷി ചെയ്തിട്ടുണ്ട്. 7 കിലോ വിത്ത് വാങ്ങി നട്ടതാണ്. ഇഞ്ചിയും മഞ്ഞളും കൃഷി ചെയ്യുന്ന രീതി ഒരുപോലെയാണ്. മഞ്ഞളിന് 2 മാസം മൂപ്പ് അധികമാണ്. മഞ്ഞളും ഇഞ്ചിയും ഇവിടെ ഒരേ സമയത്ത് നട്ടതാണ്. മഞ്ഞൾ 3 മാസം കൂടി കഴിഞ്ഞാലേ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണയായി മഞ്ഞളിന് വലിയ കീടരോഗങ്ങൾ ഒന്നും ഉണ്ടാകാറില്ല. കുറച്ച് വെണ്ടയും ഇദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട്. അർക്ക അനാമിക ഇനം വിത്ത് വാങ്ങിയതാണ്. ഒരു ചുവട്ടിൽ 2ഉം 3ഉം വിത്ത് വീതം നട്ടു. നട്ട സമയത്ത് മണ്ണിളക്കി കോഴിവളം മാത്രം ഇട്ടു. 1 മാസം കഴിഞ്ഞ് കുറച്ച് ഫാക്ടംഫോസ് ഇട്ടുകൊടുത്തു. 30 ചുവട് വെണ്ടയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ആഴ്ചയിൽ 2 പ്രാവശ്യം വിളവെടുപ്പ് സാധ്യമാകും. ഒരു വിളവെടുപ്പിന് 1.5 കിലോ വെണ്ടയ്ക്ക വീതം ലഭിക്കുന്നുണ്ടെന്നാണ് കുട്ടിച്ചൻ പറയുന്നത്. 50 കിലോയിൽ കൂടുതൽ ഇപ്പോൾ തന്നെ വിറ്റ് കഴിഞ്ഞു. 1 കിലോയ്ക്ക് 20 മുതൽ 25 രൂപ വരെ വിലയും ലഭിക്കും.
60 ചുവട് പച്ചമുളക് ഇവിടെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തിരിക്കുന്നു. പച്ചമുളകിനും കോഴിവളമാണ് പ്രധാനമായി ഇട്ടുകൊടുക്കുന്നത്. എല്ലാം നല്ലതുപോലെ കായ്ച്ചു തുടങ്ങി. 4 കിലോ പച്ചമുളക് ഇപ്പോൾ തന്നെ വിറ്റ് കഴിഞ്ഞു. സ്വന്തം ആവശ്യത്തിനെടുത്തിട്ട് ബാക്കിയാണ് വിപണനം നടത്തുന്നത്. തലപ്പലം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ നല്ലൊരു കർഷകനാണ് കുട്ടിച്ചേട്ടന്. ഈ പ്രായത്തിലും നല്ല ചുറുചുറുക്കോടെ കൃഷിയിടത്തിലെ രാവിലെ മുതൽ അത് ഫീൽഡിൽ വരുമ്പം തൊട്ട് ചേട്ടൻ്റെ തല ഒരു തൊപ്പിയുണ്ട്. തൊപ്പിപ്പാളയും വെച്ച് സാധാരണ ഒരു പിച്ചാത്തിയും കൂടെ കാണുന്നു, അതിന്ന് കണ്ടില്ല. അത് ഇതൊക്കെ ആയിട്ട് കൃഷിയിടത്തിൽ ഇറങ്ങും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ആവശ്യത്തിന് ഓഫീസിലേക്ക് വിളിച്ച് ആ നിമിഷം അവിടെ എല്ലാ പണിയും തീർത്തിട്ട് എത്തുകയും അവിടെ വന്ന് നമ്മുടെ അപേക്ഷകൾ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുകയും എപ്പോൾ ചോദിച്ചാലും ഫോൺ വിളിച്ചാലും കൃഷിയിടത്തിൽ തന്നെയാണ് കുട്ടിച്ചേട്ടന്. വിത്ത് ജീവാണുവളങ്ങൾ തുടങ്ങിയവയെല്ലാം നമ്മൾ അവിടുന്ന് കൊടുക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിട്ട്. 10 സെൻറ്റിലോളം കരനെൽ കൃഷി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇഞ്ചി, മഞ്ഞൾ 25 സെൻറ്റിലോളം കൃഷി ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ വിളവെടുത്തു, ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ ഉള്ളത്. വാഴക്കൃഷി ഉണ്ടായിരുന്നു. വാഴക്കൃഷിയിലും ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ പദ്ധതികളിലും ചേട്ടനുണ്ട്. പിന്നെ കൃഷിഭവനിൽ നിന്നുള്ള അംഗീകാരങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. വാഴക്കൃഷിയൊക്കെ നല്ലപോലെ ഈ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. 2014-15 വർഷങ്ങളിലെ മികച്ച മാതൃകാ കർഷകനായിട്ട് കുട്ടിച്ചേട്ടനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കൃഷിഭവനിൽ ഉള്ള നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ചാണ് ചേട്ടന് കൃഷി ചെയ്തിരിക്കുന്നത്. കാച്ചിലും ഇവിടെ ധാരാളമായി കൃഷി ചെയ്തിരിക്കുന്നു. ചാണകപ്പൊടിയിട്ട് നടും. കുംഭമാസത്തിലാണ് പൊതുവെ കിഴങ്ങുവർഗ്ഗങ്ങൾ നടുന്നത്. ഇതും അടുത്ത മാസം വിളവെടുക്കും. ഏലം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ 7 ചുവട് നട്ടുനോക്കിയെങ്കിലും അതത്ര നന്നായില്ല എന്ന അഭിപ്രായമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഏത്തവാഴയും റോബസ്റ്റയും ഇവിടെ നല്ലതുപോലെ കൃഷി ചെയ്തിരിക്കുന്നു. വിവിധ സമയത്ത് കുലയ്ക്കുന്ന രീതിയിലാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ വിളവെടുക്കുന്നതും 1 മാസം കഴിഞ്ഞ് വിളവെടുക്കാവുന്നതും നിലവിലുള്ളപ്പോൾ തന്നെ അടുത്ത ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിന് 30 ചുവട് ഏത്തവാഴയും കൃഷി ചെയ്തിട്ടുണ്ട്. കോഴിവളവും പച്ചിലയും ഒക്കെ ഇട്ടാണ് വാഴ നട്ടത്. ആദ്യത്തെ 5 മാസവും ഓരോ വളപ്രയോഗം വാഴയ്ക്ക് ആവശ്യമാണ്. മഴയില്ലെങ്കിൽ ആഴ്ചയിൽ 1 നനയും ആവശ്യമാണ്. ഏതിനമാണ് നട്ടിരിക്കുന്നത് എന്ന് ഇദ്ദേഹത്തിന് അറിയില്ലെങ്കിലും 12 മുതൽ 15 കിലോ വരെ തൂക്കമുള്ള കുലകളാണ് ലഭിക്കുന്നതെന്നാണ് കുട്ടിച്ചൻ പറയുന്നത്. വാഴക്കുല വിപണനം ഒരു പ്രശ്നമാകാറേയില്ല. വൈവിധ്യമായ കൃഷി രീതിയിലൂടെ എങ്ങനെ ജീവിത വിജയം നേടാൻ സാധിക്കുമെന്ന് കുട്ടിച്ചേട്ടൻ തെളിയിച്ചിരിക്കുകയാണ്. തൻ്റെ 2-3 ഏക്കറോളം വരുന്ന കൃഷി സ്ഥലത്ത് വളരെ വിജയകരമായിട്ട് അദ്ദേഹം കൃഷി ചെയ്യുന്നു. എല്ലാ തരത്തിലുമുള്ള സമ്മിശ്ര കൃഷിയിലൂടെ എല്ലാവർക്കും മാതൃകയാകത്തക്ക വിധം എല്ലാ തരത്തിലും ഒരു വീട്ടിൽ ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും തൻ്റെ പുരയിടത്തിൽ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മരച്ചീനിയ, വാഴ, പച്ചക്കറികൾ എല്ലാം അവനവൻ്റെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ജൈവകൃഷിയിലൂടെ വളരെ മികച്ച രീതിയിൽ സ്വന്തം വീടിൻ്റെ ഉപയോഗത്തിനും കൂടുതൽ വരുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നല്ല നാട്ടുകാർക്കൊക്കെ കൊടുത്ത് നല്ല ലാഭം നേടാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. തലപ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ച്
കുട്ടിച്ചേട്ടൻ്റെ കൃഷി മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. എല്ലാ തരത്തിലുള്ള കൃഷിയും പ്ലാസ്നാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ വന്ന് ഈ കൃഷി കാണുകയും ചേട്ടനിൽ നിന്നും ഈ കൃഷിയുടെ വിവിധ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഈ അടുത്ത നാളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്ക് ഇന്നത്തെ രീതിയിലുള്ള ആധുനിക കൃഷി രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതും അതിൻ്റെ രീതികളൊന്നും അറിയത്തില്ല. കുട്ടിച്ചേട്ടൻ പരമ്പരാഗത രീതിയിൽ കൃഷിക്കാരൻ്റെ പരമ്പരാഗത രീതിയിൽ തന്നെ നിന്നുകൊണ്ട് അവർക്ക് ആ കാര്യങ്ങളെല്ലാം വളരെ വിശദീകരിച്ച് കൊടുക്കുകയും കുട്ടികൾക്കത് ഏറെ പ്രയോജനപ്രദയും ആവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു വശത്തായി വള്ളിപ്പയർ നട്ടിരിക്കുന്നു. ചാണകപ്പൊടിയേക്കാൾ കോഴിവളത്തിന് വില കുറവായതുകൊണ്ട് കോഴിവളമാണ് ഇവിടെ എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്നത്. വള്ളിപ്പയറിന് പന്തൽ ആവശ്യമില്ല. തൂണും അതിൽ വള്ളിയും കെട്ടി അതിലേക്ക് പടർത്തുകയാണ് ചെയ്യുന്നത്. സാമാന്യം നല്ല വിളവാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കീടനാശിനിക്ക് പകരമായി സ്യൂഡോമോണാസ് കലക്കി സ്പ്രേ ചെയ്യുകയാണ് പതിവ്. ഒരു വിളവെടുപ്പിന് 8 മുതൽ 10 കിലോ വരെ ലഭിക്കാറുണ്ടെന്നാണ് കുട്ടിച്ചൻ പറയുന്നത്. നാനൂറ് ചുവട് കപ്പയും ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു. നട്ട സമയത്ത് ഉള്ള വളപ്രയോഗം മാത്രമാണ് കപ്പയ്ക്ക് ഇവ ചെയ്യുന്നത്. കോഴിവളവും ചാരവും മാത്രം ഇട്ട് നട്ടതാണ്. 200 ചുവട് വിളവെടുപ്പ് കഴിഞ്ഞു. ഉദ്ദേശം 750 കിലോയിൽ കൂടുതൽ വിറ്റ് കഴിഞ്ഞു. 1 കിലോയ്ക്ക് ഇപ്പോൾ 25 രൂപ വിലയും ലഭിക്കുന്നുണ്ട്. ഇവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല. വീട്ടുകാരുടെയും ജോലിക്കാരുടെയും സഹായമില്ലാതെ ഈ 78-ാം വയസ്സിലും നല്ലതുപോലെ അധ്വാനിക്കുന്നു. അതിന്റെ ഗുണം ഈ പുരയിടത്തിൽ വരുന്ന ആർക്കും മനസ്സിലാകും. കൃഷിയാണ് തന്റെ ജീവിതം എന്നും അത് നിർത്തിയാൽ താനില്ലെന്നും വിശ്വസിക്കുന്ന കുട്ടിച്ചന് ഇനിയും ഏറെ നാൾ ഇതേ രീതിയിൽ കൃഷി തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी
10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംരംഭകത്വ പരിശീലന പരിപാടി നബാർഡ് ധനസഹായം നൽകുന്നു. റൂറൽ ബാക്ക്യാർഡ് പൌൾട്രി പ്രൊഡക്ഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഗ്രോ ബാഗ് കൃഷിയിൽ പരിശീലനം. കാർഷിക വാർത്തകൾ വിശദമായി. കേരളത്തിലെ യുവതി യുവാക്കൾക്ക് കാർഷിക അനുബന്ധ മേഖലകളിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശീലന പരിപാടി സംഘടിപ്പിക്കുവാൻ സന്നദ്ധ സംഘടനകൾ, കാർഷിക കൂട്ടായ്മകൾ, മറ്റ് സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങൾ എന്നീ ഏജൻസികൾ വഴി ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്ക് നബാർഡ് ധനസഹായം നൽകുന്നു. ജൈവവള നിർമ്മാണം, കൂൺ കൃഷി, കരകൌശല വസ്തുക്കളുടെ നിർമ്മാണം, മൂല്യവർദ്ധിത ഭക്ഷ്യ സംസ്കരണം എന്നീ വിഭാഗങ്ങളിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 047127011726, 047127011727. സംസ്ഥാനത്തെ നാളികേര വികസന ബോർഡിന്റെ കീഴിൽ നേര്യമംഗലം ഫാമിൽ അത്യുൽപാദന ശേഷിയുള്ള കുള്ളൻ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. കുറിയ ഇനങ്ങളായ ചാവക്കാട് ഓറഞ്ച്, മലയൻ മഞ്ഞ, മലയൻ ഓറഞ്ച് എന്നിവയുടെ തൈകളും സങ്കര ഇനമായ T×D തെങ്ങിൻ തൈകളും ഇവിടെ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0485255440. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ പഞ്ചായത്ത് തലത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വനിതകൾക്ക് വേണ്ടി നടപ്പാക്കുന്ന റൂറൽ ബാക്ക്യാർഡ് പൌൾട്രി പ്രൊഡക്ഷൻ പദ്ധതി നടപ്പാക്കാൻ താൽപര്യമുള്ള പഞ്ചായത്ത് അധികൃതരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഈ പദ്ധതിയിൽ ഓരോ ഗുണഭോക്താവിനും 45 കോഴികൾ ലഭിക്കും. താൽപര്യമുള്ള പഞ്ചായത്ത് അധികൃതർ ഈ പദ്ധതിക്ക് വേണ്ടി ഡിസംബർ 15-ാം തീയതിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. വിലാസം: മാനേജിംഗ് ഡയറക്ടർ, കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ, പേട്ട, തിരുവനന്തപുരം. ഫോൺ നമ്പർ 047124788585. റാബി വിള കൃഷി ചെയ്യാൻ കർഷകർക്ക് അസാധുവാക്കിയ 500 രൂപ നോട്ട് ഉപയോഗിച്ച് വിത്തുകൾ വാങ്ങാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകി. കേന്ദ്ര സംസ്ഥാന വിത്ത് കോർപ്പറേഷനുകൾ, കാർഷിക സർവകലാശാലകൾ, ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഔട്ട്ലെറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്ന് കർഷകർക്ക് തിരിച്ചറിയൽ രേഖ നൽകി വിത്ത് വാങ്ങാവുന്നതാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ 2016-2017 വർഷത്തെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരം പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ആട് വളർത്തൽ എന്ന വിഷയത്തിൽ തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് ഡിസംബർ 6 മുതൽ 9 വരെ 40 സംരംഭകർക്കായി 4 ദിവസത്തെ പരിശീലന പരിപാടി നടത്തുന്നു. ഇതിനോടനുബന്ധിച്ച് ഏതെങ്കിലും ഒരു സർക്കാർ ഫാമിൽ ഒരു ദിവസത്തെ സന്ദർശനവും ഉണ്ടായിരിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്കാണ് ട്രെയിനിംഗ് നൽകുക. തിരുവനന്തപുരം പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രത്തിലോ തൊട്ടടുത്ത മൃഗാസ്പത്രിയിലോ പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 047123211090. ഗ്രോ ബാഗ് കൃഷിക്കായി കൃഷി ഓഫീസർമാർ കർഷകർക്ക് പരിശീലനം നൽകുന്നു. അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് കേരളയാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. പാളയം VJT ഹാളിൽ ഈ മാസം 29-ന് രാവിലെ 10 മണിക്ക് കൃഷിമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 300 പേർക്കാണ് അവസരം. രജിസ്റ്റർ ചെയ്യാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0471231038. ആലുവ നേതാജി റോഡിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 28, 29, 30 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ 3 ദിവസത്തെ പരിശീലനം നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 048426244441. കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചി 9,900 രൂപ, കോഴിക്കോട് 10,700 രൂപ, തൃശൂർ 9,900 രൂപ. കൊപ്ര കൊച്ചി 6,685 രൂപ, കോഴിക്കോട് 6,800 രൂപ, തൃശൂർ 6,705 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 65,800 രൂപ, ഗാർബിൾഡ് 68,800 രൂപ. ചുക്ക മീഡിയം 12,500 രൂപ, ബസ് 14,000 രൂപ. മഞ്ഞൾ സേലം 9,400 രൂപ, ഈറോഡ് 9,600 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 9,900 രൂപ, കൊപ്ര 6,685 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 66,100 രൂപ, ഗാർബിൾഡ് 69,100 രൂപ. ചുക്ക മീഡിയം 12,500 രൂപ, ബസ് 14,000 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 245-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 425-നും 450-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 500-നും 875-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 795 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000 രൂപ. ഒട്ടുപാൽ 8,800 രൂപ, ലാറ്റക്സ് 8,000 രൂപ. കമ്പോള അവലോകനം. കുരുമുളകിന്റെ വിലക്കയറ്റത്തിന് വേഗതയേറിയതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉൽപ്പന്നത്തിന് അന്വേഷണങ്ങളെത്തി. കാർഷിക മേഖലകളിൽ നിന്നുള്ള ചരക്ക് നീക്കം കുറഞ്ഞതിനാൽ 300 രൂപ വർദ്ധിച്ച് 66,100-ലാണ് അൺഗാർബിൾഡ് മുളക്. വിദേശ വ്യാപാര രംഗം തളർച്ചയിലാണ്. ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള ഡിമാൻഡ് ശക്തമായത് വിവിധ ഇനം ഷീറ്റ് വില ഉയർത്തി. ടയർ വ്യവസായികൾ 4ാം ഗ്രേഡ് റബ്ബർ 13,000 രൂപയ്ക്ക് ശേഖരിച്ചു. റബ്ബർ അവധി നിരക്കുകളും ഉയർന്നു. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ മൊത്തം 1,00,000 കിലോ ചരക്കിന്റെ ഇടപാടുകൾ നടന്നു. ഉത്തരേന്ത്യക്കാർക്കൊപ്പം കയറ്റുമതിക്കാരും ലേലത്തിൽ ഉത്സാഹിച്ചതോടെ മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് 1,409 രൂപയിലെത്തി. പ്രമുഖ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്കിൽ മാറ്റമില്ല. വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് ഉയർന്നില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.8, 24.5. കൊച്ചി 34.6, 24.4. ആലപ്പുഴ 33.2, 25.4. പുനലൂർ 33.5, 22.2. തിരുവനന്തപുരം 31.5, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. കേട്ടോ എന്നെ എന്ത് കേൾപ്പിക്കാനാ? പോയി അവളെ കേൾപ്പിക്കും. ആരോട് പറയാൻ? അത് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണ്. രാവിലെയും വൈകിട്ടും പകലും രാത്രി അതിനോട് ഒട്ടിയിരിക്കല്ലേ. ചോദിച്ചാ കിസാൻ കോൾ സെന്ററുമായി സംസാരിക്കുകയാണെന്ന് പറയും. ഓ, അതാണല്ലേ കാര്യം. അതെന്ത് പറ്റി ഇപ്പൊ സംസാരിക്കുന്നില്ലേ? ഇപ്പൊ അപ്പപ്പോ കാര്യം നടക്കും. അതെങ്ങനെ? അതെ, ഇപ്പൊ കൂടുതൽ ലൈനുകളും പ്രത്യേക ടെക്നിക്കും കാരണം കൃഷി വിദഗ്ധരുമായി ഉടനെ സംസാരിക്കാം. ഇനി ലൈന് ബിസി ആണെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രശ്നം റെക്കോർഡ് ചെയ്തോളും. അവിടെ നിന്ന് ഫോണും വരും, പിന്നെ പ്രശ്ന പരിഹാരം മെസ്സേജായും വരും. കണ്ടില്ലേ, വന്നല്ലോ. ആഹാ, എന്ന് വെച്ചാ കാത്തിരിക്കേ വേണ്ടല്ലേ? അതെ, അതാണല്ലേ പെട്ടെന്ന് ഇവിടെ ഇത്ര സ്നേഹം തോന്നിയത്. കൃഷി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ ഉടൻ പരിഹാരത്തിന് ഇന്ത്യ ഒട്ടുക്കും ഏത് ഫോണിൽ നിന്നും ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.